പാമ്പിനെ കൊന്ന് ഉടമയുടെ ജീവൻ രക്ഷിച്ച ഒരു വളർത്തുനായയെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. ആളുടെ പേര് റോക്കി എന്നാണ്. സ്വന്തം ജീവൻ പോലും കളഞ്ഞാണ് റോക്കി ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം പാമ്പിന്റെ കൊത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നായ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. പാമ്പുകടിയേറ്റ റോക്കി അത്യാസന്ന നിലയിലായിരുന്നു. സർക്കാരിന്റെ ഹരിപ്പാട്ടെ മൃഗാശുപത്രിയിലും പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 ദിവസത്തെ വിദഗ്ധ ചികിത്സ. റോക്കി പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. എടത്തുവ പച്ച സ്വദേശിനി തുഷാരയുടെ വളർത്തുനായയാണ് റോക്കി. വിദേശത്ത് നിന്ന് വരുന്ന ഭർത്താവിനെ കൂട്ടാനായി തുഷാര വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് പാമ്പ് വന്നത്. പാമ്പിനെ വീട്ടമ്മ കാണും മുൻപ് റോക്കി കണ്ടു. ഒരു നിമിഷം വൈകാതെ പാമ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പാമ്പ് ഈ സൈഡിലോട്ട് ഇങ്ങനെ നിൽപ്പുണ്ടാവും. പക്ഷെ ഞാനന്നേരം കാണില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടും കണ്ടു. അപ്പോഴേക്കും ഇവൻ വന്ന് കൂട്ടിനകത്ത് കിടക്കുമായിരുന്നു. അപ്പോഴേക്കും ഇവൻ വന്ന് ചാടി അതിന്റെ മേളിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെ പിന്നെ കുറെ നേരം ഇതുമായിട്ട് കിടന്ന് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് പിന്നെ ഇതിനെ പിടിച്ചു അവനെ കൊണ്ടുപോയി. ഞാൻ വഴക്ക് പറഞ്ഞതിന് കൂടിനകത്ത് കൊണ്ടുപോയി ഇരിക്കുമായിരുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞതിന് ശേഷം വിനു ചത്ത് കഴിഞ്ഞെന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ കൊണ്ട് താഴെ കൊണ്ടിട്ടത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. മൂർഖൻ പാമ്പിന്റെ വിഷം റോക്കിയുടെ കരളിലേക്ക് അല്പം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കൂടി മരുന്ന് കഴിക്കണം. മൂർഖൻ പാമ്പിനെ കൊന്നുടമയെ രക്ഷിച്ച റോക്കി സമൂഹ മാധ്യമങ്ങളിൽ താരമായിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ ബ്രീഡായ ഗ്രേറ്റ് ഡെയിൻ ഇനത്തിൽപ്പെട്ടതാണ് റോക്കി. ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ സാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാനിനെയും മറ്റും വേട്ടയാടാൻ വേണ്ടിയായിരുന്നു, അങ്ങനെയുള്ള മൃഗങ്ങളെ. അതുകൊണ്ട് തന്നെ റോക്കിക്ക് ജനിതകമായി തന്നെ ഈ വേട്ടയാടൽ ഉണ്ട്. അതുകൊണ്ട് കൂടിയാകാം ഈ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായതും പാമ്പിനെ കടിച്ച് കൊന്നതും. പലതവണ മൂർഖൻ റോക്കിയെ കൊത്തിയിരുന്നു. പക്ഷെ റോക്കി ആ പാമ്പിന്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് വിശ്രമിച്ചത്. റോക്കിയെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, സാധാരണ നമ്മൾ മനുഷ്യരെയൊക്കെ ഇത്തരത്തിൽ നമുക്ക് വിഷബാധ എന്തുമ്പോൾ വിഷം തീണ്ടുമ്പോൾ നമ്മൾ പോകാറുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി, തിരുവല്ലയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയാണ് റോക്കിയെ ചികിത്സിച്ചത്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ വിഷം ആന്തരിക അവയവങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ ബാധിച്ചതുകൊണ്ട് റോക്കിക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഗുളിക കഴിക്കണം. കൃത്യമായ ഇടവേളകളിൽ അവിടെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തുകയും വേണം. അതുകൊണ്ട് ആഹാരമൊന്നും ശരിയായ രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല റോക്കിക്ക്. അതുകൊണ്ടാണ് ഈ ആരോഗ്യം അല്പം ക്ഷീണിച്ചിരിക്കുന്നത്, ശരീരം അല്പം ക്ഷീണിച്ചിരിക്കുന്നത്. കുറച്ച് ഒരു 1-2 ആഴ്ച കൊണ്ട് അത് വീണ്ടും ഭേദപ്പെട്ട് വരും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്.